സോ നമ്മൾ എന്നുള്ളത് നമ്മുടെ സ്വന്തം കൊരട്ടിലെ ലേമിറേജിലാണ്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു കല്യാണം ഞാൻ കൂടിയിട്ടില്ല. അവിടെ വന്ന ഫാമിലിയും ഗസ്റ്റ് എല്ലാവരും ഒരേപോലെ തന്നെ വണ്ടർ അടിച്ച് നോക്കിയിരുന്ന ഭയങ്കര വലിയൊരു ഇവന്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പേസിൽ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഏതോ ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന ഭയങ്കര ഫീൽ ആയിരുന്നു. ഞാൻ എന്റെ ലൈഫിൽ കൂടിയ കല്യാണങ്ങളിൽ ഫോട്ടോക്ക് ഇത്ര കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇവന്റ് ഞാൻ കണ്ടിട്ടില്ല. അതും ഒരു സ്കാനർ വെച്ച് എടുത്ത എല്ലാ ഫോട്ടോസും ഓൺ ദ സ്പോട്ടിൽ നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടും. ഇവരുടെ സൂപ്പർ വെൽക്കം ഡ്രിങ്ക്സും ഇവരുടെ അടിപൊളി സ്റ്റാറ്റസും കൊണ്ട് തന്നെ വന്ന ഗസ്റ്റുകളൊക്കെ വന്ന ടൈമിൽ ഫ്ലാറ്റ്. ഇനി ഫുഡ് സെക്ഷനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടി പറയാൻ പറ്റും, അവിടെ വന്ന ഒരാൾ പോലും ഇവരുടെ ഫുഡ് മോശം പറയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് സെക്ഷന്റെ ഭംഗി എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ ഭയങ്കര അടിപൊളിയായിരുന്നു ഇവരുടെ ഫുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഏതൊരു ഡിഷ് എടുത്താലും ഒന്നിനൊന്ന് വെച്ചാൽ ആൻഡ് ഈ വരുന്ന 100 ആൾക്കാരുണ്ടല്ലോ ഇവിടെ തിക്കിത്തിരക്കി ഫുഡ് കഴിക്കാനുള്ള കാരണം വെച്ചാൽ ഈ ഫുഡിന്റെ ക്വാളിറ്റി ആണത്. ഇവരുടെ ബിരിയാണി ഒരു നോർമൽ ബിരിയാണി ഒന്നും അറിഞ്ഞില്ല. അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ ഒരു ചാൻസ് കിട്ടിയാൽ ഈ ഇവന്റിനെ നമ്മൾ പ്രിഫർ ചെയ്യോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇപ്പൊ ആളുടെ മാരേജ് ഒക്കെ വരാൻ പോണു, ഞങ്ങൾ ഇതിനെ പറയായിരുന്നു. നല്ലതായിരിക്കണം, നല്ല ഫുഡാ. ഫുഡും കംപ്ലീറ്റ് ഇവന്റ് ഒക്കെ എങ്ങനെയുണ്ട്? മാർവലസ്, നന്നായിട്ടുണ്ട്, അടിപൊളിയാ. സോ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഫാമിലിയൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് ടീമിനെ കേൾപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ആ ഡേയും ആ മൊമെന്റും നമുക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ ഇനി ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുമ്പോൾ മറക്കണ്ട നമ്മുടെ നിസാർക്കാരുടെ സ്വന്തം എക്സ്പോ ഇവന്റ്സ്.